തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം സുലേഖയിലേക്ക് പോകാം. സുലേഖ തിരുവനന്തപുരത്താണുള്ളത്. സുലേഖ, വലിയ തിരക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചാല മാർക്കറ്റ് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന നിലയിലാണ് ആളുകൾ കൂട്ടത്തോടെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് എത്തുന്നത്. എന്താണ് സുലേഖ അവസാന മണിക്കൂറിലെ കാഴ്ചകൾ? തീർച്ചയായിട്ടും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചാല മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും ഒരു കിടക്കീഴിൽ ലഭ്യമാകും, ആളുകൾക്ക് ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് ഈ ചാല മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെ ആളുകളൊക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ പച്ചക്കറികൾ, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ മലക്കറികളൊക്കെ തന്നെയും ലഭിക്കുന്ന ഒരു ചാല മാർക്കറ്റിലെ ഒരു ഇടത്തിലേക്കാണ്. ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നാളെ സദ്യ ഒരുക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ആളുകളൊക്കെ തന്നെയും ഉള്ളത്. ഒരു സാധനം പോലും ഒഴിയാതെ ഒഴിയാതെ എല്ലാം വാങ്ങി അത് നാളെ സദ്യയിലേക്ക് സദ്യ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ആളുകളുടെ ഒക്കെ തന്നെയും ഒരു ആവശ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തയ്യാറെടുപ്പ് ാണ് ആളുകൾ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഈ ചാല മാർക്കറ്റിൽ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെയും ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാ സാധനങ്ങളും വാങ്ങുന്ന ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ഇത്തരത്തിൽ ഈ സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുള്ള അവസാന ഒരുക്കത്തിൽ തന്നെയാണ് ആളുകളൊക്കെ തന്നെയും ഉള്ളത്. എന്തായാലും ഇത് പച്ചക്കറിക്കടയിലെ ഇത്തരത്തിൽ പച്ചക്കറി ലഭിക്കുന്ന ഇടത്തെ ദൃശ്യങ്ങളാണെങ്കിൽ അതിനപ്പുറത്ത് പൂക്കൾ ഇടമുണ്ട്, മറ്റ് സാധനങ്ങൾ വസ്ത്രങ്ങൾ ലഭിക്കുന്ന ഇടമുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഓണപ്പട്ട് ലഭിക്കുന്ന ഇടം കൂടി ഈ ചാല മാർക്കറ്റിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങുക എന്നത് തന്നെയാണ് ഇത്തരത്തിൽ നമുക്ക് ഈ ആളുകളുടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഓണം ഏറ്റവും മനോഹരമായി ആഘോഷിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ആളുകളൊക്കെ തന്നെയും പോകുന്നത്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഓണം എങ്ങനെയാണ്? അടിപൊളി. എന്താണ് ഓണത്തിന് സാധനങ്ങൾ വെച്ചോണ്ട് സദ്യ വയ്ക്കുക, അത് മാത്രമേ പിന്നെ ഇപ്പൊ ഒന്നും അതൊക്കെ ഉണ്ട്. അങ്ങോട്ട് തന്നെ വരണം. മ്യൂസിയം കനകക്കുന്ന് നാളെ പോകും. വർക്ക് ചെയ്യാണ്? അതെ, വർക്ക് ചെയ്യാണ്. ഓണം അടിപൊളിയാണ്. ഹാപ്പിയാണ്. അങ്ങനെ ആളുകളൊക്കെ തന്നെയും ഈ ഓണാഘോഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു അങ്കിളിനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഓണം? എങ്ങനെയാണ് ഓണം? കുഴപ്പമില്ല. ഓണം കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഒരു പൈസ കച്ചവടമില്ല. ആളുകളൊന്നും വരുന്നില്ലേ? ഞാനിവിടെ വന്നിട്ട് ഒരു 30 വർഷമായി. പോയ വർഷം ഈ വർഷമാണ് ആൾക്കാരില്ലാഞ്ഞിട്ടല്ല. നാളത്തെ സദ്യവട്ടങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ സാധനം വാങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ പഴയ കച്ചവടം ഇല്ല, അത്രയേ ഉള്ളൂ. ഈ വലിയ ഈ മാളുകൾ, ഒരു ബിഗ് ബജാർ കൂടി കംപ്ലീറ്റ് കച്ചവടം ഇവിടെ കുറഞ്ഞു. വേറൊന്നുമില്ല. ഇനി അടുത്ത വർഷം ആകുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ കച്ചവടം കുറയേ ഉള്ളൂ. ചേട്ടൻ്റെ ഓണാഘോഷം എങ്ങനെയാണ്? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഓണമില്ല, എല്ലാ ദിവസവും ഉള്ളതിൻ്റെ ഓണമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു അടുത്ത വർഷം ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ കച്ചവടം കുറയും. ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ മാർക്കറ്റ് ഇല്ലാതാവും. കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഹാപ്പിയാണോ? എന്തായാലും ആളുകളൊക്കെ തന്നെയും ഈ ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിലേക്ക് നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരുങ്ങി കഴിഞ്ഞാണ്. മണിക്കൂറുകളിലേക്ക് വിശേഷങ്ങളാണ് സുലേഖ പങ്കുവയ്ക്കുന്നത്.